കേരളത്തിലെ വനിതകൾക്ക് ഇനി KSRTCയിൽ സൗജന്യ യാത്ര ചെയ്യാം. ഇത് എവിടെ മുതൽ എവിടെ വരെ എല്ലാ KSRTCയുടെ എല്ലാ വിഭാഗങ്ങളിലും, അതായത് ഓർഡിനറി ഉണ്ട്, സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്, പലതുണ്ട്. ഇതിലെല്ലാത്തിലും വനിതകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ KSRTCയിലെ ഒരു ബസ്സിനകത്ത് 80-90% സ്ത്രീകൾ തന്നെയാണ്. ഈ സൗജന്യം അതിലൂടെ KSRTC പൂട്ടിക്കെട്ടുമോ? എനിക്കിത് ആദ്യം കേട്ടപ്പോൾ ചിരിയായിട്ടാണ് തോന്നിയത്. കാരണം ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളാണ് ഇത് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. പിന്നെ അത് കോൺഗ്രസ്സുകാർ പല ആന്ധ്രയിലും കർണാടകയിലും കൊണ്ടുവന്നു തോന്നുന്നു. കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം വേണോ എന്ന് ഞാൻ ആലോചിച്ചിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഒരു മിഡിൽ ക്ലാസ് സാഹചര്യത്തിൽ നിന്നാണ് ഞാൻ അധികം ബസ് ഉപയോഗിക്കാറില്ല. അപ്പോൾ നാട്ടിൽ പോകുമ്പോൾ ബസ്സിൽ കയറും. പൊതുവെ ഞാൻ തിരുവനന്തപുരത്ത് അങ്ങനെ ബസ് ഉപയോഗിക്കാറില്ല. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു 10 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും 20 രൂപ അവർക്ക് ലാഭമാണ്. അത് വലിയ സംഖ്യ അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് അർഹിക്കുന്ന മലയാളികൾ ഒരുപാടുണ്ട്. അതിന് ഈ കോൺഗ്രസിൻ്റെ വിജയത്തിന് അതൊരു പങ്ക് വഹിച്ചു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. മുമ്പൊക്കെ പ്രകടനപത്രികകളെന്ന് വെച്ചാൽ വെറുതെ പറഞ്ഞു പോകാനുള്ളതായിരുന്നു. അതായത് പിന്നെ എന്താണ്, ശബരിമലയിൽ വിമാനത്താവളം ഉണ്ടാക്കും എന്നൊക്കെ പറയും. അത് ഉണ്ടാക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടോ പാരിസ്ഥിതിക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയും. അല്ലെങ്കിൽ പിന്നെ ക്യാമ്പസ് എയർ കണ്ടീഷൻ ചെയ്യും എന്നൊക്കെ പറയുന്ന പോലെ. പക്ഷെ ഇപ്പം അതല്ല. ഇപ്പം ഒരു പിണറായിൻ്റെ 2011 ഉമ്മൻചാണ്ടി സാറിൻ്റെ ഗവൺമെൻറ് തൊട്ട് കേരളത്തിൽ പ്രകടന പത്രിക എന്നുള്ള നടപ്പിലാക്കാനുള്ളതാണ് എന്നൊരു ഫീൽ വന്നിട്ടുണ്ട്. അത് പിണറായി നന്നായി കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്, പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ. അപ്പം ഇപ്പോൾ എന്ന് വെച്ചാൽ നടപ്പിലാക്കിയ ആളുകൾ കയറി കഴുത്തിന് പിടിക്കും, പണ്ടത്തെ പോലല്ല. പിന്നെ ഈ രാഷ്ട്രീയക്കാർക്ക് സോഷ്യൽ മീഡിയ പേടി. നമുക്ക് കാണുന്ന സോഷ്യൽ മീഡിയയെ പേടിയില്ലാത്തതാണ്. നമ്മളൊക്കെ എന്ത് പറഞ്ഞാലും ആളുകൾ കുറ്റേ പറയില്ല. കാരണം നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിയിട്ടല്ലേ. പക്ഷേ രാഷ്ട്രീയക്കാർ സോഷ്യൽ മീഡിയ നോക്കി ജീവിക്കുന്നു. പല കോൺഗ്രസ്സുകാരും നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിക്കാത്ത പേടിച്ചിട്ടാണ്. സോഷ്യൽ മീഡിയയിൽ പൊങ്കാല ഇടും, അത് പേടിച്ചിട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ നടപ്പിലാക്കിയേ പറ്റുള്ളൂ. അത് ഇവിടെ ഇലക്ഷൻ ഒരു വലിയൊരു ഗുണവും ചെയ്തിട്ടുണ്ട്. രണ്ടാമത് ചോദ്യം, ഏതെല്ലാം വണ്ടികൾ എനിക്കത് ഡെയിലി കമ്മ്യൂട്ടേഴ്സിനെ ഉദ്ദേശിച്ചാണ്. ഡെയിലി യാത്ര ചെയ്യുന്നില്ല, ജോലിക്കും മറ്റു കാര്യങ്ങളും, അവരെ ഉദ്ദേശം ഉണ്ടായിരിക്കും. അപ്പോൾ ഓർഡിനറി ബസ്സുകളിലായിരിക്കും ഇത് പൊതുവേ ഉണ്ടാവും. അല്ലെങ്കിൽ പരമാവധി ഫാസ്റ്റ് പാസഞ്ചർ വരെയായിരുന്നു. സൂപ്പർ ഫാസ്റ്റിലോ അല്ലെങ്കിൽ രാത്രി ഓടുന്ന ഐരാവതോ വണ്ടി ഉണ്ടല്ലോ, അതിലൊന്നും, ഐരാവത് കർണാടകയുടേതാണ്, ഏതായാലും ആ വണ്ടികളിലൊന്നും ഇത് ഉണ്ടാകാൻ സാധ്യതയല്ല. എനിക്കൊന്ന് ഓർഡിനറി ബസ്സുകളുടെ എണ്ണം കുറയ്ക്കും, സർവീസ് വെട്ടി കുറയ്ക്കും. അപ്പോൾ ഡെയിലി കമ്മ്യൂട്ടേഴ്സിനാണ് ഈ പ്രശ്നം വരുന്നത്. അവർ പാവക്കള് ഇപ്പം ഉദാഹരണമായിട്ട് സീമാസിൽ ജോലി ചെയ്യുന്ന ഒരാൾ ഇപ്പോൾ ചേർത്തല ആലപ്പുഴ വരെ, അല്ലെങ്കിൽ ചേർത്തല എറണാകുളം വരെ പോകണം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ മിക്കവാറും ചേർത്തലയിൽ നിന്ന് 2 പിന്നെ ലോക്കൽ ബസ്സുകളുണ്ടാവും. ആ ബസ്സിലേക്ക് പോയാൽ മതി. ചിലപ്പോൾ പാസഞ്ചറിലും കൂടി കൊടുക്കണ്ടാവും. അതിൽ കൂടുതൽ പോകുന്നു എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ എറണാകുളം, കോഴിക്കോട് ജില്ലകളിലൊന്നും ഉള്ളവരൊന്നും KSRTC കൂടുതൽ ആശ്രയിക്കും. അല്ല, നമ്മളങ്ങോട്ട് ഈ വണ്ടികൾ അധികം ഇല്ല. എൻ്റെ നാട്ടിൽ തന്നെ ഒരു KSRTC ഉള്ളൂ. പക്ഷെ അത് നല്ല ലാഭത്തിലോടുന്ന വണ്ടി, ഭയങ്കര തിരക്കാണ്. KSRTCൻ്റെ ഗുണമെന്ന് വെച്ചാൽ നല്ല സീറ്റിംഗ് സൗകര്യമാണ്. പിന്നെ അശോക് ലൈലാൻഡിൻ്റെ വണ്ടികളാണ്. പിന്നെ പിന്നെ നല്ല സീറ്റാണ്. ഈ ഇൻ ബിറ്റ്വീൻ ലെഗ് സ്പേസ് കൂടുതലാണ്. അപ്പോൾ എൻ്റെ നാട്ടിലുള്ള KSRTC നല്ല ലാഭത്തിലോടുന്ന വണ്ടിയാണ്. ഈ തിരുവിതാംകൂറിലാണ് KSRTCനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഞങ്ങളൊക്കെ പോയി പ്രൈവറ്റ് ബസ്സിലാണ് കൂടുതൽ പോയത്. പ്രൈവറ്റ് ബസ്സുകാർ ഇനി അവരെ ബാധിക്കുമെന്ന് പറയുന്നുണ്ട്. അതായത് മലബാറിലൊന്നും അവരെ ബാധിക്കാൻ പോകുന്നില്ല. ഇവിടെ ബാധിക്കുന്നുണ്ട്. പിന്നെ പ്രൈവറ്റ് ബസ്സുകാർക്ക് കുഴപ്പമുണ്ടത് ബാധിക്കുന്നു. ഗവൺമെൻറ് തീരുമാനമായിട്ട് എടുക്കാതിരിക്കാൻ പറ്റും. പ്രൈവറ്റുകാരെ ബാധിക്കുന്നുള്ളതുകൊണ്ട് ഗവൺമെൻറ് തീരുമാനം എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ KSRTC ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്തുള്ള ആളുകളാണ്. അപ്പോൾ എറണാകുളത്ത് പോയാലും പ്രൈവറ്റ് ബസ്സുകളാണ്, ലോക്കൽ മെട്രോയാണ് ഉപയോഗിക്കുന്നത്. കൊല്ലത്ത് പോലെ ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. എങ്കിലും നമ്മൾ ആലപ്പുഴ തൊട്ട് തെക്കോട്ടാണ് KSRTC കൂടുതൽ ഉപയോഗിക്കുന്നത്. അത് തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ ആനവണ്ടി എന്നുള്ള രീതിയിൽ, പണ്ട് രാജാവ് കൊണ്ടുവന്ന സാധനം എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 കാര്യങ്ങൾ അങ്ങനെയാണ്. ഏതൊക്കെ നടപ്പിലാക്കുമെന്ന് വെച്ചാൽ, ഒന്ന് നടപ്പിലാക്കുമെന്ന് വെച്ചാൽ നടപ്പിലാക്കും. രണ്ടാമത് ഏതൊക്കെ നടപ്പിലാക്കുമെന്ന് വെച്ചാൽ ഓർഡിനറി ആൻഡ് ഫാസ്റ്റ് പാസഞ്ചർ ആണ് പരമാവധി അതിന് സാധ്യതയുള്ളത്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതുകൊണ്ട് ഗവൺമെൻറ്റിന് നഷ്ടമുണ്ടാകും എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും KSRTCൻ്റെ വരുമാനത്തിൽ ഇടിവുണ്ടാവും. അപ്പോൾ KSRTC ഓൾറെഡി നഷ്ടത്തിലാണ്. അതുകൊണ്ട് ഇനിയും അത് കൂടെ നഷ്ടത്തിലാവുമെന്നാണ് ഗണേഷിനെ പിന്തുടർന്നുകൊണ്ട് ഇടതുപക്ഷം പറയുന്നത്. പക്ഷെ ആ സമീപനം ഇടതുപക്ഷ സമീപനം അല്ല. ഇടതുപക്ഷ സമീപനം എന്ന് വെച്ചാൽ ആളുകളുടെ ജീവിത സൗകര്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ അവശരായ ആളുകൾക്ക് സപ്പോർട്ട് നൽകുക എന്നുള്ളത്.
നമ്മളെ സംബന്ധിച്ച് ഒരു സാധാരണ ഒരു 300 രൂപയൊക്കെ ശമ്പളം കിട്ടുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ സീമാസിലൊക്കെ ഏതാണ് അത്ര ശമ്പളം ഉള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫിൽ ഒരു അങ്ങോട്ട് 40 രൂപ ലാഭിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ബസ്സിന് പൈസ ഇല്ലാത്ത ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ബസ് കയറിയിട്ട് കണ്ടക്ടർ ഇറക്കി വിടുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ആദ്യം ഞാൻ കൊടുക്കാമെന്ന് 20-30 നമുക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിക്കും. ഞാൻ അങ്ങോട്ട് എത്തുമ്പോഴേക്ക് ആളെ ഇറക്കി വിട്ടിട്ടുണ്ടോ. നമ്മൾ ആദ്യം പിന്നിന്ന് വിളിച്ചു തന്ന ആളുകൾ വിചാരിക്കും അവൻ ആളാകാൻ നോക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ ദാരിദ്ര്യമുള്ള സാഹചര്യങ്ങൾ. അപ്പോൾ അവർക്കതൊരു വലിയൊരു ആശ്വാസമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാന്നുള്ള ഒരു ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനുണ്ട്. അത് എസ്പെഷ്യലി ഇടതുപക്ഷ ഗവൺമെൻറ്റിനുണ്ട്. പക്ഷെ നമ്മളിപ്പം ഇടതുപക്ഷം വന്ന സമയത്ത് മൊത്തം കണ്ട് KSRTC നഷ്ടത്തിലാണ്. ഇതിനെ എങ്ങനെ ലാഭത്തിലാക്കാം എന്നുള്ളതാണ്. ലാഭത്തിലാക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ അതുകൊണ്ട് ആളുകൾക്ക് നിലവിലുള്ള ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കരുത്. ഈ പബ്ലിക് ട്രാൻസ്പോർട്ടും പബ്ലിക് പ്രോപ്പർട്ടീസ് പബ്ലിക് എൻ്റർപ്രൈസസ് എന്തിനാണ് നടത്തുന്നത്? അത് ലാഭത്തിന് വേണ്ടിയിട്ടല്ല. പ്രധാനമായിട്ട് ആളുകളുടെ ജീവിത സൗകര്യം വർദ്ധിപ്പിക്കാനും സാമൂഹ്യ നീതി ഉറപ്പുവരുത്താനൊക്കെ വേണ്ടിയിട്ടാണ് ലോകത്തെല്ലായിടത്തും. അത് ബ്രിട്ടീഷ് റെയിൽവേ ഒക്കെ ഇടയ്ക്ക് പ്രൈവറ്റൈസ് ചെയ്തിരുന്നു. പ്രൈവറ്റൈസ് ചെയ്ത സമയത്ത് അവർ തിരിച്ചത് പോകേണ്ടി വന്നു. പ്രൈവറ്റ് കമ്പനികൾക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നില്ല അതിന്. അപ്പം അങ്ങനെ ലാഭം ഉണ്ടാക്കാനാണെങ്കിൽ പിന്നെ ഗവൺമെൻറ് എന്തിനാണ് കഷ്ടപ്പെടുന്നത് നടത്തുന്നത്? അത് പ്രൈവറ്റ് കമ്പനികൾ നടത്തിക്കൊള്ളുമല്ലോ. അപ്പം അതുകൊണ്ട് അതൊരു ഇടതുപക്ഷ സമീപനമല്ല എന്നുള്ളതാണ്. അത് നിങ്ങൾ രാഷ്ട്രീയത്തിനകത്ത് എല്ലാത്തിനെയും വിമർശിക്കണം. ആദ്യം വിമർശിക്കും എന്താണ് ഇടതുപക്ഷ സമീപനം നോക്കണം. അപ്പം ഇതൊരു ഇടതുപക്ഷ സമീപനമാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ദാരിദ്ര്യം, നമ്മളെ കുറച്ച് ആളുകളെ കയ്യിൽ അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള കാശുണ്ടെങ്കിൽ അതല്ല ഇവിടുത്തെ അവസ്ഥ. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് 2 നേരം ഭക്ഷണം കഴിക്കാനില്ലാത്ത ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അത് കാരണമെങ്കിൽ നിങ്ങൾ സാധാരണ ഇപ്പം ഞാൻ അധികം KSRTC ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഞാൻ ഇടയ്ക്ക് ഉപയോഗിക്കുന്ന ആളുകളാണ്. ഞാൻ വണ്ടി ട്രെയിനിൽ പോകുകയാണെങ്കിൽ ഞാൻ പരമാവധി എപ്പോഴും ലോക്കൽ ടിക്കറ്റ് എടുത്തിട്ട് എറണാകുളത്ത് ഇങ്ങോട്ടൊക്കെ വരികയാണെങ്കിൽ ഏതെങ്കിലും ലോക്കൽ ടിക്കറ്റ് എടുത്ത് തരും. ഞാൻ കണ്ടിട്ടുണ്ട് അത്രയും ദാരിദ്ര്യമുള്ള ആളുകൾ. അത് കാണാത്തവർ നമ്മളൊരു ഘട്ടമെത്തുമ്പോൾ നമ്മൾ ഇന്നോവയിലാക്കിയും പോകുക. അവർക്കത് മനസ്സിലാവില്ല. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ഘട്ടം എത്തുമ്പോൾ MLA ആയിക്കഴിഞ്ഞാൽ അല്ലെ പാർട്ടി ഏരിയ സെക്രട്ടറി ആയിക്കഴിഞ്ഞാൽ കുറഞ്ഞൊരു ഇന്നോവ അല്ല, അത് കോൺഗ്രസ്സുകാരാണ് ഇന്നോവ. ഇത് MLA ആയാലേ ഇന്നോവേ ഉള്ളൂ. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരെ പിന്നെ ലോക്കൽ സെക്രട്ടറി ആയി കഴിഞ്ഞാൽ പിന്നെ ടാറ്റയുടെ ടിയാഗോ അല്ലെങ്കിൽ i20 ഈ റേഞ്ചിലാണ്. മറ്റതിൽ കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി സ്കൂട്ടറിലായിരിക്കും പോകുന്നത്. അവർക്ക് അത്ര വരുമാനമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതാണ്. പിന്നെ കോൺഗ്രസ്സുകാർക്ക് സമർത്ഥമായി പൈസ മേടിക്കാൻ അറിയില്ല. CPM-മാർക്ക് പൈസ മേടിക്കാനും സമർത്ഥമായിട്ട് മേടിക്കാൻ, അത് ഒളിപ്പിക്കാനും, ഇൻകേസ് ആദ്യം ജോയിൻ ചെയ്താൽ അത് അടിച്ചമർത്താനും ഒക്കെ അറിയാം. ഇത് അന്വേഷണം ഈ ആരോപണം ഉന്നയിച്ചവനെ കൊണ്ട് പരസ്യമായി മാപ്പ് അറിയിപ്പിക്കണം. അതൊന്നും കോൺഗ്രസ്സുകാർക്ക് ഇല്ലാത്തതുകൊണ്ട് BJP-ക്കാർ പഠിച്ചു വരുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് BJP-ക്കാർ എന്താ മേടിക്കുമ്പോഴേക്ക് പെട്ടെന്ന് പിടിച്ചു പോകുന്നത്. ഇത് മുക്കാനും കൂടി അറിയണം. ലീഗലായിട്ട് മുക്കാനും അറിയണം. കേരള കോൺഗ്രസ് തന്നെ അറിയാം, നന്നായിട്ട് അറിയാം. ഇതിനകത്ത് ഇപ്പോൾ ഇവർ എന്തെങ്കിലും ക്രൈറ്റീരിയ കൊണ്ടുവരായിരിക്കും എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഓർഡിനറി, അതുപോലെ ഒരു ദിവസം ഒരു യാത്ര, അതെങ്ങനെ നിങ്ങൾ മനസ്സിലാവും? അത് ഇവർക്ക് എന്തെങ്കിലും കാർഡ് കൊടുക്കും, ID കാർഡ് കൊടുക്കും. ആ കാർഡ് പണ്ട് കോളേജിൽ പോകുമ്പോൾ നമുക്ക് കൺസെഷൻ കാർഡ്, അങ്ങനെ അത് കോളം പതിക്കുന്നത് പോലെ ഒരു കാർഡ് കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുണ്ടെങ്കിൽ രാവിലെ വീട്ടിൽ ജോലിയെല്ലാം തീർത്തിട്ട് ഇപ്പൊ നെടുമങ്ങാടുള്ള അല്ലെങ്കിൽ നെയ്യാറ്റിൻകരയുള്ള സ്ത്രീകൾ കഴിക്കാം രാവിലെ. എന്നാൽ ഇതിന്റെ അത് ശരി, അങ്ങനെ ഉണ്ട്. ഇതിന്റെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഒന്ന് ലാഭം ഉണ്ടാക്കാനല്ല പബ്ലിക് ട്രാൻസ്പോർട്ട് എന്നുള്ളത്. അതുകൊണ്ട് അതൊരു ഇടതുപക്ഷ സമയമാണ്. അത് കമ്മ്യൂണിസ്റ്റ്. അതുകൊണ്ട് അവർ കമ്മ്യൂണിസ്റ്റ് എന്താണെന്ന് അറിയാമെങ്കിൽ ഇടതുപക്ഷമാണ് എന്ന് അവർ പറയുന്നത് അവർക്ക് അത് വിമർശിക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം. 2, KSRTC നഷ്ടത്തിൽ പോകുക. KSRTC നഷ്ടത്തിൽ പോകുന്നതുകൊണ്ടൊന്നല്ല. ഇതിന് മുമ്പ് തന്നെ KSRTC നഷ്ടത്തില്ല. എങ്ങനെ നഷ്ടത്തിലായത്? അതവിടെ ഇരിക്കുന്ന അഡ്മിനിസ്ട്രേഷന്റെ കഴിവുകേട് കൊണ്ടാണ്. ആവശ്യമില്ലാത്ത എഞ്ചിൻ. ഇപ്പൊ അടുത്ത് തന്നെ ഏഷ്യാനെറ്റിൽ റിപ്പോർട്ട് ഞാൻ കണ്ടു. അത്യാവശ്യത്തിലുള്ള 8 ബോൾട്ടും ഇല്ല. എന്നാൽ വില കൂടിയിട്ടുള്ള എഞ്ചിനും പാർട്സും അതും ഇതൊക്കെ വേണം. അതിന്റെ ആവശ്യമില്ല. 5 വർഷത്തെ ഒരിക്കലും മതി. കാരണം അതിനെ കമ്മീഷൻ കിട്ടുള്ളൂ. പണ്ടൊരിക്കൽ അവിടെ ഏതൊരു KSRTC ഡിപ്പോന്റെ അടുത്ത് എന്തൊരു ആവശ്യത്തിൽ കുഴിച്ചു നോക്കിയപ്പോൾ പുതിയ എഞ്ചിനുകൾ മണ്ണിൽ തുരുമ്പിടിച്ചെടുക്കുന്നു. കാരണം ഇത് അന്നത്തെ പ്രതിപക്ഷത്തിന്റെ ആളുകൾ പിന്നെ കുഴിച്ചിട്ടതാണ് ഗവൺമെന്റിന്, പിന്നെ മറ്റേ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഏത് ഗവൺമെന്റ് ആവശ്യത്തിലില്ലാത്ത സാധനങ്ങൾ മേടിക്കുക, അതിന്റെ പുറത്ത് എന്തുണ്ടാക്കുക, വലിയ ലാഭങ്ങൾ ഉണ്ടാക്കുക. എന്നിട്ട് ഇത് വലതും ഉപയോഗിക്കാതെ അല്ലെ കുറച്ച് ദിവസം ഉപയോഗിച്ചിട്ട് തിരിച്ച് ആക്രിക്ക് വെക്കുക. അങ്ങനെ ആക്രിന്ന് ലാഭം ഉണ്ടാക്കുക. ഇങ്ങനെ KSRTC-നെ നഷ്ടത്തിലാക്കുന്നത് അതിലെ എംപ്ലോയീസിന് വലിയൊരു പങ്കുണ്ട്. എംപ്ലോയീസ് ഞാൻ സാധാരണ ഡ്രൈവറോ കണ്ടക്ടറോ അല്ലോ, അഡ്മിനിസ്ട്രേഷനുള്ള ആളുകൾക്ക്. ഡ്രൈവറും കണ്ടക്ടറും എന്ത് ചെയ്യാൻ? അവരാകെപ്പാടെ പ്രൈവറ്റ് വണ്ടികൾക്ക് വേണ്ടി ചവിട്ടി പിടിക്കുന്ന ചില പരിപാടി ഉണ്ടായി. അത് മാത്യു ടി തോമസ് വന്നു കഴിഞ്ഞ സമയത്ത് സെൻകുമാർ സാറും മാത്യു ടി തോമസ് ഓടിച്ചിട്ട് പിടിച്ചാൽ നിർത്തിച്ചിട്ടുണ്ട്. ഇത് പാവങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് ഭയങ്കര അസ്ക്യതയാണ്. പിന്നെ അത് മാത്രമല്ല, എന്നിട്ട് ഇടതുപക്ഷം എന്ന് പറയുന്നവർ തന്നെ അതിനെ വിമർശിക്കും. എന്തൊരു റെഡിക്കുലസ് ആണത്. വെറുതെ അല്ല നാട്ടുകാരെതിരായിട്ട് വോട്ട് ചെയ്തു. അപ്പോൾ ഇത് പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ബുദ്ധിമുട്ടൊന്നല്ല, പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ അഴിമതി, മോൾത്തട്ടിലുള്ള അഴിമതി കുറച്ചുണ്ടെന്ന് KSRTC-നെ ഈ ഇതുൾപ്പെടെ ലാഭത്തിലാക്കാൻ പറ്റും. നടത്തിക്കൊണ്ട് ഇപ്പം ജൂൺ 15 മുതൽ
സൗജന്യ യാത്ര അനുവദിക്കാൻ പോവുക. സതീശൻ വെറുതെ പറയില്ല, സതീശൻ അനുവദിക്കും. അത് ശരിയാ. അപ്പൊ അതിന്റെ കാര്യം എന്ന് വെച്ചാൽ മേൽത്തട്ടിലുള്ള അഴിമതി കുറച്ചാൽ മതി. പലതും ഇവിടെ ലാഭത്തിലാവും മേൽത്തട്ടിലുള്ള അഴിമതി കുറച്ചാൽ. മേൽത്തട്ടിന്റെ താപ്പാനകൾ ആര് ഭരിച്ചാലും ഇരിക്കും. അത് BJP എന്നാലും ഇരിക്കും. അവരാദ്യം പിടിച്ച് പുറത്തേക്കും. അതിന് എക്സാമിന് നിങ്ങൾ ചെമ്പന്തി പോകുന്നുള്ള സീരിയലുണ്ട്. അതിൽ ബാലനുണ്ട് ഡ്രൈവർ. ഈ ബാലന്റെ സീനിയർ ഓഫീസറുണ്ട്. അയാൾക്ക് ഈ അമുക്കലായും പണി. ബാലൻ കഷ്ടപ്പെട്ട് വണ്ടി ഓടിച്ച് വണ്ടി ലാഭത്തിലാക്കും, പക്ഷേ കമ്പനി നഷ്ടത്തിലാക്കും. അതേപോലെയാണ് അതിൻ്റെ അവസ്ഥ.